ഇന്ദ്രൻസ് കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇന്ദ്രൻസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലായിരുന്നു സാർ, അത് സ്റ്റേറ്റ് അവാർഡില്ല വസ്ത്രാലങ്കാരത്തിന്. അപ്പോൾ ഇന്ദ്രൻസ് ജയൻ ആൾക്ക് കോളടിച്ചു, പുള്ളി കോളടിച്ചു. പുള്ളി നാഷണൽ അവാർഡ് പോലെ തവണ കിട്ടി, സ്റ്റേറ്റ് അവാർഡ് കിട്ടി അല്ലേ? സതീശന് 6-7 പ്രാവശ്യം സ്റ്റേറ്റ് നാഷണൽ അവാർഡ് കിട്ടി. സതീശനൊക്കെ അതുപോലെ ഒത്തിരി അടൂർ സാറിൻ്റെയൊക്കെ കൂടെയാണ് അയാൾ തുടങ്ങുന്നത് തന്നെ. അടൂർ സാറിൻ്റെ കൂടെ അങ്ങനെ കുറേ രാജീവ് അഞ്ചലിൻ്റെ പടത്തിലൊക്കെ അങ്ങനെ ഒരു ഭയങ്കര ഉത്സാഹിയായിരുന്ന ആൾ. ഓരോന്ന് ഉണ്ടാക്കി കാണിച്ച് ചെയ്യാനൊക്കെയുള്ള അങ്ങനെ കുറേ പേരുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇന്ദ്രൻസ് ജയൻ ഇന്ദ്രൻസിൻ്റെ ബന്ധുവാണോ? അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ്. ഓക്കെ. അപ്പോൾ ഇന്ദ്രൻസിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ തൊഴിൽ പഠിച്ചത് അല്ലേ? തൊഴിൽ പുള്ളി കൂട്ടത്തിൽ നമ്മളെ രീതി അറിയാലോ, വിദ്യാഭ്യാസ രീതി അതിൽ കൂടുതൽ പഠിച്ചിട്ടുള്ള ആളാണ് പുള്ളി. പഠിച്ചിട്ട് പിന്നെ എൻ്റെ ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു, ബോർഡ് എഴുത്തൊക്കെ, ഫ്ലെക്സ് ഇല്ലാത്ത സമയം. അപ്പം പർണശാല ആർട്സ് എന്ന് പറഞ്ഞൊരു ആർട്സൊക്കെ ഉണ്ട് പുള്ളിക്ക്. എന്നിട്ട് അവിടെ നിന്ന് ഡെൻ്റൽ ടെക്നീഷ്യനൊക്കെ ആയിട്ട് ബോംബെയിൽ കുറേ നാൾ ഏതൊരു ആളിൻ്റെ ക്ലിനിക്കുമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ശരിയല്ല, തൃപ്തിയില്ല, തിരിച്ചു വരണമെന്നൊക്കെ പറയുമ്പം ആണ് ഞാൻ പത്മനാഭ സാറിൻ്റെ പടം ചെയ്യുന്ന സമയം. അപ്പോഴും ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ തിരിച്ചു വരും, നമുക്ക് കൂടെ നിൽക്കാം, നോക്കൂ, ഇതൊക്കെ നോക്കാണ്ട് തച്ചില്ലെങ്കിലും വേറെ തയ്യലും പുള്ളിയുടെ ചേട്ടനും ടൈലറാണ്, കാര്യങ്ങളറിയാം, ആ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നേ ഉള്ളൂ, വലിയൊരു തച്ച് എക്സ്പീരിയൻസ് ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനെ വന്നിട്ട് പിന്നെ പത്മനാഭ സാറിൻ്റെ പടം ചെയ്യുമ്പോൾ കൂടെ എൻ്റെ അവിടെ വരിക. അപ്പം പുള്ളിക്ക് ഇച്ചിരി നിറങ്ങളൊക്കെ, പിന്നെ എനിക്ക് സമാധാനമായി. പർച്ചേസിനൊക്കെ ഞാൻ പോകുന്നിടത്ത് പുള്ളി പോകും, കുറേ കൂടെ നന്നായി. പുള്ളിയുടെ സെലക്ഷനൊക്കെ സാറിന് ഇഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ദ്രൻസിൻ്റെ പേര് കൂടെ വാലായിട്ട് ചേർക്കുന്ന ഒരാളാണ് ആ കടയ്ക്ക് ആ പേര് എഴുതിയതും ആ ബോർഡ് എഴുതിയതും ഇയാൾ ആദ്യം ഇന്ദ്രൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത ഇന്ദ്രൻസിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് ജയൻ. അപ്പോൾ നമുക്ക് ജയനെ ഈ സമാഗമ വേദിയിലേക്ക് ക്ഷണിക്കാം. ഓക്കെ, അടുത്തതായി സമാഗമത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ഇന്ദ്രൻസ് ജയൻ. ഞങ്ങളിങ്ങനെ ജയനെക്കുറിച്ച് സംസാരിച്ച് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അതായത് ജയനിപ്പോൾ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡൊക്കെ കുറേ കിട്ടിക്കഴിഞ്ഞു. ഇന്ദ്രൻസിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല, കാരണം അന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ? അതെ. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇപ്പോൾ എനിക്ക് കിട്ടിയ ഈ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ ശരിക്കും ഇന്ദ്രന് അർഹതപ്പെട്ടതാണ്, അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. കാരണം ആ പേരിൽ തന്നെ ഇന്ദ്രൻസ് ജയൻ എന്നാണ്, രണ്ടുപേർക്കും കൂടി ഉള്ളതാണത്. ഞാനാണ് വാങ്ങിച്ചതെങ്കിൽ. കാരണം ഞാൻ ഈ സിനിമയ്ക്കകത്ത് വരാൻ തന്നെ കാരണം എൻ്റെ അമ്മാവൻ്റെ മകനാണ് ഇന്ദ്രൻ. അദ്ദേഹം മുഖാന്തരമാണ് ഞാൻ ഈ സിനിമയ്ക്കകത്ത് വരുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ ഇതുവരെ എന്നെ കൊണ്ട് എത്തിച്ചതിൻ്റെ എല്ലാ ക്രെഡിറ്റും എന്ന് പറയുന്നത് ഇന്ദ്രനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രന് കൂടെ അവകാശപ്പെട്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവാർഡ് കിട്ടിയപ്പോൾ ആദ്യം വിളിച്ചിട്ടുണ്ടാവും ഇന്ദ്രൻസിനെ. അപ്പോൾ തീർച്ചയായിട്ടും, കാരണം സാർ അത്രയും സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. കാരണം ഇന്ദ്രന് കിട്ടാതെ പോയ അവാർഡാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അന്ന് അവാർഡില്ല. ഞാൻ ഗന്ധർവൻ എന്ന് ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് ശരിക്കും ഇന്ദ്രന് വസ്ത്രാലങ്കാരത്തിന് അവാർഡ് കിട്ടുക അങ്ങനെ ഒരു വേറൊരു വ്യത്യസ്തമായ പടം അന്ന് കുറവാണ്. അപ്പോൾ കിട്ടേണ്ടിയിരുന്നതാണ്. പക്ഷേ അന്ന് അപ്പോഴൊക്കെ സംസ്ഥാന അവാർഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടാതെ പോയെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിൽ കിട്ടാതെ പോയത് ജയനന് കിട്ടുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പറഞ്ഞ കാര്യം. പിന്നെ ഒരു ഇപ്പം ഈ അവാർഡ് കിട്ടിയതിലുപരി ഇന്ദ്രൻ ഒരു വലിയ നടനായി ഇപ്പം എല്ലാവരും അറിയപ്പെടുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ദ്രൻസ് ജയൻ എന്ന് തീരുമാനിക്കാൻ കാരണം ഇത് തന്നെയായിരിക്കും, ഈ ബന്ധം തന്നെ. അല്ല, മാത്രമല്ല സാർ, ഇദ്ദേഹം പറഞ്ഞു, ഞാനന്ന് ഇന്ദ്രൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാജസേന സാറിൻ്റെ പടമാണ്. അപ്പം വളരെ തിരക്കുള്ള സമയമാണ്. ഇന്ദ്രൻ നടനായിട്ട് ഇന്ദ്രൻ്റെ കൂടെ ഞാൻ എല്ലാ കാര്യത്തിനും പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി അളിയൻ വേണമെങ്കിൽ സ്വതന്ത്രമായിട്ട് പേര് വെച്ച് ജയൻ എന്നുള്ള പേരിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, കാരണം അന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ദ്രൻസാണ് വസ്ത്രാലങ്കാരം. അപ്പോൾ ആ പേര് മാറ്റാൻ എനിക്കൊരു ഇഷ്ടം തോന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്നാൽ പിന്നെ ഞാനത് ഇന്ദ്രൻസ് ജയൻ എന്നാക്കട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അളിയൻ പറഞ്ഞ് പിന്നെ അത് ആക്കിയുള്ളൂ, കുഴപ്പമില്ല. അങ്ങനെയാണ് ഇന്ദ്രൻസ് ജയൻ എന്നുള്ള പേര് കിട്ടുന്നത്. ഇപ്പോൾ സ്വന്തം പേരിൻ്റെ കൂടെ അത് ഇതായില്ല. അതെ, ആ പേരിലൊരു അവാർഡ് കൂടെ വാങ്ങിച്ചു എന്നുള്ളതാണ് ഇന്ദ്രൻസ് ജയൻ എന്ന് പറയുന്നത്.
ഇപ്പം നേരത്തെ ഇങ്ങനെ പറഞ്ഞു കുട്ടിക്കാലത്ത് നാടകമായിട്ടൊക്കെ നടക്കുന്ന കാലത്ത് അന്ന് പോലുള്ള ഞങ്ങൾ ഒരു കൂട്ടുകുടുംബം പോലെ എന്ന് പറയാം. കാരണം അടുത്ത വീടുകളിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ചെറുതിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നതൊക്കെയാണ്. അത് കഴിഞ്ഞ് നാടകങ്ങളും ചെറിയ അമച്ചർ നാടകങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം നന്നായിട്ട് അഭിനയിക്കും. നമ്മൾ പ്രോംപ്റ്ററായിട്ടും അതിൻ്റെ പിന്നണി പ്രവർത്തകരായിട്ടൊക്കെ കൂടിയിട്ട് അങ്ങനെ ആണ് സിനിമയിലോട്ട് വരണം. ഞാൻ പിന്നെ ഒരു ഇതിൽ പോയി ഇന്ദ്രൻ സിനിമയിലേക്ക് വന്നു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്ദ്രൻ എന്നെ സിനിമയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ സിനിമയിലെത്തിപ്പെടുന്നത്. അല്ല, ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഒരു ടെക്നീഷ്യനായിട്ട് വന്നതുകൊണ്ടായിരിക്കാം ഇന്ദ്രൻസിന് നടനായതിനു ശേഷവും ഇത്ര എന്താ പറയുക സൗമ്യമായിട്ടും അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അഹങ്കാരം ഇല്ലാണ്ടൊക്കെ ഇടപെടാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ജയന് അങ്ങനെ ഇന്ദ്രൻസിനെ നോക്കി കാണുമ്പോൾ ഏത് രീതിയിലാണ് കാണാനായിട്ട് ഇഷ്ടം? ഇപ്പോൾ പഴയ കോസ്റ്റ്യൂമറാണോ അല്ലെങ്കിൽ ടെക്നീഷ്യനാണോ അതോ നടൻ എന്നുള്ള രീതിയിലാണോ? ഇതെല്ലാം ഇന്ദ്രൻ്റെ ഈ എല്ലാ ഇതും എനിക്കിഷ്ടമാണ്. പക്ഷേ ഇന്ദ്രനിൽ നിന്നും പഠിച്ച ഒരു കാര്യമുണ്ട് ഞാൻ. അതായത് വളരെ എല്ലാവരുമായിട്ട് വളരെ മര്യാദയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ആയിരുന്നാലും വളരെ അവർക്ക് നല്ല ഒരു മര്യാദ കൊടുത്തിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. അവരെ ഷൗട്ട് ചെയ്യേണ്ട കാര്യം വർക്കുമായിട്ട് വന്നാൽ പറയും, അല്ലാതെ ഒരു മോശം രീതിയിൽ പറയുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇന്ദ്രൻ്റെ അതിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളതും ഞാൻ പഠിച്ചിട്ടുള്ളതും അതൊക്കെയാണ്. ഇപ്പോൾ ഇന്ദ്രൻ ഒരുപക്ഷെ സിനിമയിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ജയനെ കാണുന്നത്, അല്ലേ? ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പടം വർക്ക് ചെയ്യുമ്പോൾ ഇന്ദ്രൻ ചെയ്ത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ശിഷ്യൻ എന്നുള്ള രീതിയിൽ ശാസിക്കേണ്ടി വന്നൊരു ഓർമ്മയിലുണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? അത് പറയാൻ മിക്കവാറും ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. ഒരു വിശ്വാസം കൊണ്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു ടീം പുള്ളി കൈകാര്യം ചെയ്തു. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിച്ച് പറയും, ഞാനവിടെ നിന്ന് 2 ദിവസം കറങ്ങിയിട്ടെങ്കിൽ വലിഞ്ഞു പോരും. കാരണം അന്ന് ഇന്ദ്രൻ വളരെ തിരക്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ വസ്ത്രാലങ്കാരം ഏറ്റവും കൂടുതൽ ഒരേ ടൈമിൽ ചെയ്തിട്ടുള്ള ഇന്ദ്രനാണ്. ഒരേ സമയം 6-7 പടം ചെയ്തിട്ടുണ്ട് ഒരവസരത്തിൽ. അപ്പോൾ ഇന്ദ്രൻ 1-2 പോകും. ഇതിലൊരു 3-4 അഭിനയിക്കുകയും ചെയ്യും. ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടും. അപ്പോൾ ആ അഭിനയം കിട്ടുന്നിടത്ത് ചുറ്റുപറ്റി ഇന്ദ്രൻ നിൽക്കും. അപ്പോൾ ബാക്കിയുള്ളിടത്തുള്ള ചാർജ് എനിക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ച് പറയും, ഉടനെ തന്നെ ഇന്ദ്രൻ അവിടെ വരും. അങ്ങനെ വലിയ കുഴപ്പം ഇല്ലാതെ കുറേ ഇത് ചെയ്തു പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ട് ആഗ്രഹിച്ചിരുന്നിട്ട് ചെയ്യാൻ പറ്റാതെ പോയ പടങ്ങളുണ്ട്. സത്യൻ സാറിൻ്റെ പടം, വിളിച്ചിട്ട് ജയരാജ് സാറിൻ്റെ ഒരു പടം, ഇതുപോലെ പോകാൻ പറ്റാതിരുന്ന കുറേ ചിലപ്പോൾ അങ്ങനെ വരും. നമ്മളൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ അതെ സാർ, ആ സമയത്ത് വേറെ വർക്ക് കാണും, അപ്പം പോകാനും പറ്റില്ല. എന്നാൽ ഇത് വിടാനുള്ള മനസ്സും ഇല്ല. പിന്നെ ഇതുവരെ ചെയ്തിട്ടുമില്ല. സത്യം പിന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. സത്യം സാറ് വിളിച്ചു. ജയൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നതിന് ശേഷം ഇന്ദ്രൻസിന് ഡ്രസ്സ് തയ്ച്ചു കൊടുത്ത് ഏത് പടത്തിലാണ് ആദ്യമായിട്ട് തയ്ച്ചു കൊടുത്തത്? ഇപ്പോൾ ഈ അടുത്തും ചെയ്തു. ഇപ്പോൾ ക്യാപ്റ്റൻ രാജ് സാറിൻ്റെ പടത്തിനും ആണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത്. ബോസിൻ്റെ പടത്തിന് ചെയ്തു. അപ്പോൾ ഇന്ദ്രൻ ആ ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ എന്താ പറയാ, ഫിറ്റിംഗ് കറക്റ്റ് അല്ല എന്നൊക്കെ പറയുന്നത്? അല്ല, അത് പറയില്ല. കാരണം നമ്മളിത് കുറേ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ദ്ര അതിപ്പോൾ എൻ്റെ കൂടെ ഒന്നല്ല, മറ്റ് ടെക്നീഷ്യന്മാരുടെ വളരെ മര്യാദയ്ക്ക് ഇന്ദ്രൻ പെരുമാറുള്ളൂ. കാരണം നമ്മൾ അത്രത്തോളം അതിനു മുമ്പ് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം പലരിൽ നിന്ന് സാർ നേരത്തെ ചോദിച്ചതുപോലെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അറിയാവുന്നത് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്ന് ഇന്ദ്രനുണ്ട് എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ആരൊന്നും പറയില്ല. അപ്പോൾ അതിൽ രസകരമായിട്ട് തോന്നിയിട്ടില്ല കോസ്റ്റ്യൂം സ്വയം അണിഞ്ഞേതാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നുണ്ട്? അല്ല, പെൺവേഷം തന്നെ. എനിക്ക് സിൽക്ക് സ്മിതയുടെ കൂടെ ഡാൻസ് ചെയ്യാൻ ഒരു കങ്ങെടുത്ത് വരും. അവരെ പോലെ ഒരുങ്ങി ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഏത് പടത്തിലായിരുന്നത്? അത് സുൽത്താൻ ഹൈദരാലി, ബാലു ക്രിയേറ്റ് ഡയറക്ട് ചെയ്തോളൂ. അപ്പോൾ അവരുടെ കോസ്റ്റ്യൂം തയ്ച്ചു കൊടുത്തായിരുന്നു ആ പടത്തിന്? ഞാൻ തന്നെയാണ്. ഞാൻ തെച്ചെടുത്തു. അത് നല്ല രസകരമായ അനുഭവമല്ലേ, പ്രത്യേകിച്ച് സിൽക്ക് സ്മിതയ്ക്ക്. ഇനിയിപ്പോൾ ഇന്ദ്രൻസിന് ഇപ്പോൾ കോസ്റ്റ്യൂം ഇത് ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം. കാരണം സിനിമയിൽ ഇപ്പോൾ നടന്നുള്ള രീതിയിൽ ബിസി ആയതുകൊണ്ട്. പക്ഷെ ഒരു പടം ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഇപ്പോൾ ഭാനുവത്തയ്യൊക്കെ ഗാന്ധി ചെയ്ത് ഓസ്കാർ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു എന്തായിരിക്കും? പടമല്ല, എങ്ങനത്തെ ഒരു ഇതായിരിക്കും? ഇത്രയും എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് തന്നെയാണ്
അത് അന്വേഷിച്ച് പിടിച്ചൊക്കെ തന്നെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യണമെന്ന് തന്നെയുണ്ട് സാർ, കൊതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടൻ ബിസി ആയിട്ട് നിൽക്കണതില്ല. ഇപ്പോൾ ഞാൻ അടുത്തൊരു പടത്തിന് സാധാരണയോടെല്ലാം പടത്തിന് വിളിക്കുക, കോസ്റ്റ്യൂമറായിട്ട് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനയിക്കാൻ വിളിക്കണേയില്ല, വരുമോ? ചെയ്യും തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും പടം ചെയ്തിട്ട് നാഷണൽ അവാർഡ് വാങ്ങിക്കണം. ജയനോടൊക്കെ പകരം കിട്ടണം, അന്ന് നാഷണൽ അവാർഡ് ഇല്ലാത്തതിന് അല്ലേ? ചെയ്യാൻ കൊതി തന്നെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അളിയൻ്റെ ഒരു നാഷണൽ അവാർഡ് കിട്ടുമ്പോഴേ ഭയങ്കര സന്തോഷമുള്ള കാര്യം. ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉള്ളത് ചെയ്യാൻ എപ്പോഴും അതിനുവേണ്ടി ഉറക്കം കളിക്കാനും അലയാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും ഇപ്പം ഞാൻ പറയുന്നത് കോസ്റ്റ്യൂമറായിട്ട് നാഷണൽ അവാർഡ് വാങ്ങിക്കുന്നത് അഭിനയിച്ചിട്ട് വാങ്ങിച്ചുവിടുന്നത് അല്ലേ എന്ന് പറയാത്തത് എന്താണ്? അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്നല്ല, അതിനൊക്കെ അങ്ങനെ ഒത്തുകിട്ടാൻ വലിയ പാടല്ലേ സാർ? അല്ല, അത് കിട്ടണമല്ലോ, നമ്മൾ ഒരു സമയം വരുമ്പോൾ കിട്ടും നമുക്ക്. ചില ക്യാരക്ടർ അഭിനയിക്കണമെങ്കിലും ഭാഗ്യത്തിന് വീഴണം. ഈ മറ്റേ എല്ലാം അങ്ങനെ തന്നെ. നമ്മൾ അതിൻ്റെ ശരിക്കും ഭാഗ്യമാണെന്ന് പറയാൻ നമ്മൾ കുറേ പടങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് ആർക്കും കിട്ടാതിരുന്നിട്ടുണ്ട്. എന്നാലും അപൂർവം ചില പടങ്ങൾ പോയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വരുന്ന പടങ്ങളെ അപേക്ഷിച്ചിരിക്കും അതിന് ചിലരുടെ ഭാഗ്യം എന്ന് പറയുന്നത് അല്ലേ സാർ? കുറേ പടങ്ങൾ ഏറ്റവും നല്ല പടങ്ങൾ മത്സരിക്കുമ്പോഴത്തേക്കും നല്ല പടങ്ങൾ തന്നെ ഒരു പഠനം കിട്ടാതായി പോകുന്നത്. അല്ല, അത് ഒത്തുവരലാണ്, ഒരു ഭാഗ്യം തന്നെയാണ്. അത് എനിക്കിപ്പോൾ ഈ രണ്ടാമത്തെ നാഷണൽ അവാർഡ് കിട്ടിയ തമിഴിൽ കൂടിയാണ്. ശരിക്കും അത് മലയാളവും തമിഴിലും കൂടി എടുത്തതാണ്. ഇവിടെ ഗ്രാമം എന്നും തമിഴിൽ നമ്മ ഗ്രാമം. മോഹൻ സാറിൻ്റെ അപ്പോൾ അത് അവാർഡ് കിട്ടിയപ്പോൾ ശിവി സാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജയന് ഭയങ്കര ഭാഗ്യമുണ്ട്. കാരണം ഇവിടെ നിന്ന് ഗ്രാമം സെലക്ഷൻ കിട്ടിയില്ല, പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് സെലക്ഷൻ കിട്ടി. അങ്ങനെയാണ് ആ രണ്ടാമത്തെ അവാർഡ് എനിക്ക് കിട്ടാൻ നമ്മുടെ കാരണം. അപ്പോൾ ഈ എത്ര നല്ല സിനിമയായിരുന്നാലും ഇവിടെ നിന്ന് എൻട്രി കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല. അതപ്പോൾ അത് ശരിയാണ്, അങ്ങനെയും പറ്റും. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാറ്റഗറി കോസ്റ്റ്യൂമർ ആയാലും ശരി, അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറൊക്കെ പടം ചിലപ്പോൾ മോശമായാൽ നിങ്ങളുടെ വർക്ക് ഭയങ്കരമായിരിക്കും, പക്ഷെ പടത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് പോകില്ല, അവിടെ എത്തിയെന്ന് വരില്ല. അപ്പോൾ ഏതായാലും ഉടനെ ഒരു നാഷണൽ അവാർഡ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കോസ്റ്റ്യൂമറായിട്ടും അല്ലെങ്കിൽ ആക്ടറായിട്ടും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ ജയനും ഇനിയും ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമാഗമത്തിൽ ഒന്നതിൽ വളരെയധികം സന്തോഷം.